ഉഷയും അനിരുദ്ധനും. ഒരു രാത്രി അസുര രാജാവായ ബാണാസുരൻ്റെ കൊട്ടാരത്തിൽ ഉഷ എന്ന രാജകുമാരി ഉറങ്ങുകയായിരുന്നു. പക്ഷേ ആ രാത്രി സാധാരണ രാത്രിയായിരുന്നില്ല. അവൾ സ്വപ്നത്തിൽ ഒരു യുവാവിനെ കണ്ടു. കണ്ണുകളിൽ തിളക്കം, മുഖത്ത് ചിരി. അവൻ അവളുടെ കൈപിടിച്ച് സ്നേഹത്തോടെ നോക്കി. പക്ഷേ സ്വപ്നം പെട്ടെന്ന് അവസാനിച്ചു. ഉഷ ഉണർന്നപ്പോൾ കണ്ണുകളിൽ കണ്ണീർ, ഹൃദയം മുഴുവൻ പ്രണയം മാത്രം. ആരായിരുന്നു അദ്ദേഹം? എന്തിനാണ് വന്നത്? അവൾ ആകുലയായി. ഉഷയുടെ കൂട്ടുകാരി ചിത്രലേഖ അവളുടെ അടുത്തേക്ക് വന്നു. ഉഷ പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിലെ പ്രിയനെ കണ്ടു, പക്ഷെ അദ്ദേഹം ആരാണെന്നറിയില്ല. ചിത്രലേഖ ചിരിച്ചു. കാരണം അവൾക്ക് മായാജാലം അറിയാമായിരുന്നു. അവൾ ലോകത്തിലെ സകല രാജാക്കന്മാരുടെയും യോദ്ധാക്കളുടെയും ചിത്രങ്ങൾ വരച്ച് ഉഷയുടെ മുന്നിൽ വെച്ചു. 1, 2, 10, 20. പക്ഷേ ഉഷയുടെ കണ്ണുകൾ ഒരു ചിത്രത്തിൽ മാത്രമായിരുന്നു. അത് അനിരുദ്ധൻ, ദ്വാരകയിലെ രാജകുമാരൻ, ശ്രീകൃഷ്ണൻ്റെ ചെറുമകൻ. ഉഷയുടെ മുഖം ചുവന്നു. ഇദ്ദേഹമാണ് എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരൻ. ചിത്രലേഖ അതേ രാത്രിയിൽ തന്നെ ദ്വാരകയിലേക്ക് പറന്നു. അവിടെ ഉറങ്ങിക്കൊണ്ടിരുന്ന അനിരുദ്ധനെ മായിക ശക്തിയാൽ എടുത്തു. കണ്ണടച്ചു തുറക്കുമ്പോൾ അനിരുദ്ധൻ ഉഷയുടെ മുറിയിൽ. അവൻ ഞെട്ടി. ഇതെവിടെയാണ്? ആരാണ് നീ? ഉഷ അടുത്തേക്ക് വന്നു. ഞാൻ ഉഷ. നീ എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരനാണ്. അവളെ നോക്കി അനിരുദ്ധൻ. ഒരാത്മബന്ധം. ഇത് യാദൃച്ഛികമല്ല, വിധിയാണ്. അങ്ങനെ അവരുടെ പ്രണയം ആരംഭിച്ചു. പക്ഷേ പ്രണയം എപ്പോഴും ശാന്തമായി തുടരില്ലല്ലോ. ബാണാസുരൻ വിവരമറിഞ്ഞു. അവൻ്റെ കോപം കാട്ടുതീ പോലെ പൊട്ടിപ്പുറപ്പെട്ടു. അവൻ അനിരുദ്ധനെ തടവിലാക്കി. ഉഷ കരഞ്ഞു. പക്ഷേ അവളുടെ പ്രണയം തളർന്നില്ല. ദ്വാരകയിൽ അനിരുദ്ധനെ കാണാതായപ്പോൾ ശ്രീകൃഷ്ണൻ സത്യം മനസ്സിലാക്കി. കൃഷ്ണൻ ബലരാമനെയും പ്രദ്യുമ്നെയും കൂട്ടി ബാണാസുരൻ്റെ കോട്ടയിലെത്തി. ബാണാസുരന് ശിവൻ്റെ അനുഗ്രഹമുണ്ടായിരുന്നത് കൊണ്ട് യുദ്ധം ഭയങ്കരമായി. പക്ഷേ അവസാനം ശ്രീകൃഷ്ണൻ്റെ ശക്തി വിജയിച്ചു. കൃഷ്ണൻ അനിരുദ്ധനെ മോചിപ്പിച്ചു. കണ്ണീർ സന്തോഷമായി മാറി. ശ്രീകൃഷ്ണൻ പറഞ്ഞു, സ്നേഹം സത്യമായാൽ അതിനെ തടയാൻ ലോകത്താരുമില്ല. അങ്ങനെ ഉഷയും അനിരുദ്ധനും വിവാഹിതരായി. ഒരു സ്വപ്നത്തിൽ തുടങ്ങിയ പ്രണയം യുദ്ധം കടന്ന് വിജയിച്ചു. നന്ദി, നമസ്കാരം.